കൊച്ചിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം. ടാർഗറ്റ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ജീവനക്കാരെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തുകയായിരുന്നു. സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പീഡനം നടന്നു എന്ന രീതിയിൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ തങ്ങളുടേതല്ലെന്ന് സ്ഥാപന ഉടമ ജോയി ജോസഫ് പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽ, ഈ കണ്ട ദൃശ്യങ്ങൾ വളരെ ക്രൂരമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. കണ്ട ദൃശ്യങ്ങൾ വളരെ ക്രൂരമാണ്. ആധുനിക സമൂഹത്തിന് ചേരാത്ത രീതിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലാണോ ഇത് നടന്നത്? ഇത് ഏതാണ് സ്ഥാപനം? എന്താണ് സ്ഥാപന ഉടമ പറയുന്നത്? മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പീഡനം നടന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തുന്ന ജീവനക്കാരാണ് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ഇവർക്ക് നൽകിയ ഒരു ടാർഗറ്റ് അത് നേടിയെടുക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന ജീവനക്കാരെയാണ് ഇത്തരത്തിൽ ഈ ഒരു കൊടിയ പീഡനത്തിന് ഇരയാക്കിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും കൂടിയാണ് ഇത്തരത്തിൽ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ജീവനക്കാരെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് നായയെ പോലെ ഇവരുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ട് മുട്ടിൽ നടത്തുകയും നാണയങ്ങൾ നക്കിയെടുക്കാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇത്തരത്തിലായിരുന്നു ആ മൃഗീയ പീഡനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇത് കൊച്ചിയിലാണ് ഈ സ്ഥാപനത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിന് തൊട്ട് സമീപമായി തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥനായ ജോയി ജോസഫിന്റെ വീടും ഉള്ളത്. നിലവിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ആ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ജോയി ജോസഫ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹവുമായി സംസാരിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഉടമയായ ജോയി ജോസഫ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെതല്ല, പകരം തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങുന്ന പെരുമ്പാവൂരിലുള്ള കെൽട്രോ എന്നൊരു മറ്റൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ഒരു സ്ഥാപനത്തിന് മുന്നേ തന്നെ ആ സ്ഥാപന ഉടമയ്ക്കെതിരെ സ്ത്രീകൾ മുന്നേ തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നാണ് ഈ ജോയി ജോസഫ് പറയുന്നത്. സംഭവത്തിൽ നിലവിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. ഡിവൈഎഫ്ഐയുടെയും CITUവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഈ സ്ഥാപനത്തിലേക്ക് നടന്നിട്ടുള്ളത്. അജിംഷ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.